ഹലാൽ സ്വർണ്ണ കച്ചവടക്കാരൻ മുങ്ങിയോ? ഒരു അൽ ഉഡായ്പിനെ കുറിച്ചുള്ള വാർത്തയാണിത്. പലതരത്തിലുമുള്ള നിക്ഷേപ തട്ടിപ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇവിടെ ഉണ്ടായിട്ടും ജനങ്ങൾ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. ഇപ്പോഴും ഏതെങ്കിലും ഒരു തീവട്ടി NCD ഇറക്കിയാൽ 5 കൊല്ലത്തിനുള്ളിൽ നിക്ഷേപം ഇരട്ടിയാകും എന്ന് വാഗ്ദാനം ചെയ്താൽ 0.5% പലിശ കൂടുതൽ തരാം എന്ന് പറഞ്ഞാൽ കൊണ്ട കോടികൾ നിക്ഷേപിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് നമ്മൾ അൽ മലയാളികൾ. കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധികളിലും പോലീസുകാർക്കും പ്രാദേശിക നേതാക്കൾക്കും അത്യാവശ്യം വട്ടച്ചെലവിനുള്ള പണം കിട്ടുന്ന കാമധേനുക്കളാണ് ബ്ലഡ് ബാങ്കുകൾ അല്ലെങ്കിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ. ഇന്ന് കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കുറഞ്ഞത് 5 മുതൽ 10 വരെയുള്ള ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മാസവും ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കേസുകളും പരാതികളും ഉണ്ടാകുന്നുണ്ട്, പലതും പൊട്ടുന്നുമുണ്ട്. 2 കൂട്ടരുടെ കയ്യിൽ നിന്നും കാര്യമായി പോലീസിനും പ്രാദേശിക നേതാക്കൾക്കും കിട്ടുന്നുമുണ്ട്. ഈ അടുത്ത കാലത്തായി ആയിരക്കണക്കിന് കോടികൾ നിക്ഷേപകരെ കബളിപ്പിച്ച് പൊട്ടിയ സ്ഥാപനങ്ങളാണ് പോപ്പുലർ ഫിനാൻസ്, നെടുമ്പറമ്പിൽ ഫിനാൻസ് തുടങ്ങിയവയൊക്കെ. ഇത്രയും ഒക്കെ തട്ടിപ്പുകൾ ഇവിടെ നടന്നിട്ടും പലതരം മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികളിലും സ്വർണ്ണ നിക്ഷേപ സംരംഭങ്ങളിലും ശതകോടികളുടെ നിക്ഷേപം ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. വീണ്ടും വലിയൊരു സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വീണു എന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സ്വർണത്തോടുള്ള മലയാളികളുടെ ആക്രാന്തം മുതലെടുത്താണ് ഈ തട്ടിപ്പ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒരു മതത്തെയും മതഗ്രന്ഥത്തെയും കൂട്ടുപിടിച്ചാണ് ഈ അൽ തട്ടിപ്പ് ഒരു തൊപ്പിക്കാരൻ നടത്തിയിരിക്കുന്നത്. അൽ മുക്താദിർ ജുവലറി എന്ന പേരിൽ കേരളത്തിലെ നഗരങ്ങൾ കേന്ദ്രമാക്കി 3 വർഷത്തിനുള്ളിൽ നിരവധി ജുവലറി ശൃംഖലകൾ തന്നെ ഇവർ ആരംഭിച്ചിരുന്നു. അൽ മുക്താദിർ എന്ന അറബി വാക്കിനർത്ഥം ദൈവത്തിൽ ശക്തൻ എന്നാണ്. 908 മുതൽ 932 വരെ അബ്ബാസി ഖിലാഫത്തിന്റെ 18ാമത്തെ ഖലീഫയായിരുന്നു അൽ മുക്താദിർ. അബ്ബാസി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഖലീഫയായ അദ്ദേഹം 13ാം വയസ്സിൽ സിംഹാസനത്തിലെത്തി എന്ന് ചരിത്രം പറയുന്നു. ഈ പേര് ദുരുപയോഗിച്ചാണ് തൊപ്പിക്കാരൻ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം അൽ തട്ടിപ്പ് ഈ കേരളത്തിൽ നടത്തിയത്. ഇടത്തരം മുസ്ലിം കുടുംബാംഗങ്ങൾ കൂടുതലായുള്ള സ്ഥലങ്ങളിലായാണ് ഇവർ തട്ടുകടകൾ പോലെയുള്ള ജുവലറി ഷോപ്പുകൾ ആരംഭിച്ചത്. കണ്ടാൽ ടിപ്പിക്കൽ മുസ്ലിം ലുക്കുള്ള യുവാക്കൾക്ക് താമസവും ഭക്ഷണവും കൊടുത്ത് ഇവർ ഫീൽഡ് എക്സിക്യൂട്ടീവുകളായി എടുത്തു. ഇവർ രാവിലെ മുതൽ വൈകിട്ട് വരെ മുസ്ലിം ഭവനങ്ങൾ, മുസ്ലിം പള്ളികളിൽ നിന്നും റഫറൻസ് എടുത്ത് സന്ദർശിക്കും. അപ്രകാരം പ്രതിമാസം 500 മുതലുള്ള സംഖ്യകൾ മുതൽ 5 ലക്ഷം രൂപ വരെ നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യമുള്ളപ്പോൾ അത് സ്വർണമായി മേടിക്കാമെന്നുമായിരുന്നു പദ്ധതി. പാവങ്ങൾ തങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്കായി ഒരു നിക്ഷേപമാകുമല്ലോ എന്ന് കരുതി ഈ പദ്ധതിയിൽ ചേർന്നു. ഞമ്മന്റെ ആളായതുകൊണ്ട് അൽ പരിപാടിയാണല്ലോ എന്ന് അവരും കരുതി. അതുപോലെ പള്ളികളിലുള്ളവർക്ക് വലിയ കമ്മീഷൻ വാഗ്ദാനം നൽകി കല്യാണം ഉടനെ നടക്കുവാൻ സാധ്യതയുള്ള വീടുകളിൽ നിന്നും ലക്ഷങ്ങളും കോടികളും സ്വർണ്ണ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ ഇവർ സ്വീകരിച്ചു. 0 പണിക്കൂലിയിൽ പണമടച്ച് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ നിരക്കിൽ സ്വർണം ലഭിക്കും എന്നതായിരുന്നു പദ്ധതി. ഇപ്രകാരം ആയിരക്കണക്കിന് കോടി രൂപ കുറഞ്ഞ സമയത്തിനുള്ളിൽ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തു. ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനായി കോടികളുടെ പരസ്യവും സ്പോൺസർഷിപ്പുമാണ് ഇവർ മാധ്യമങ്ങൾക്ക് നൽകിയത്. ഇയാളുടെ ഡോക്ടറേറ്റ് അടക്കം കാശ് കൊടുത്ത് ഉഡായ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വാങ്ങിയതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ഒരു പഴയ സഞ്ചി മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന ഒരു ഫ്രീലാൻസ് പരസ്യ എക്സിക്യൂട്ടീവായിരുന്നു ഇവരുടെ പരസ്യം ചെയ്തിരുന്നത്. ഇന്ന് ഇവരുടെ പരസ്യം കൊണ്ട് മാത്രം അദ്ദേഹം കോടീശ്വരനായി. തൊപ്പിക്കാരൻ സലാം കോട്ടുമിട്ട് ഷെയ്ഖുമാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ചു. ആൾ വലിയൊരു സംഭവമാണെന്ന് വരുത്തി തീർത്തു. അൽ പ്രാഞ്ചിയായ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന് പലതരത്തിലുള്ള പല പേരുകളിലുള്ള ഉഡായ്പ് അവാർഡുകൾ പണം കൊടുത്ത് ഇവർ മേടിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരെ കൊണ്ട് കൊടുപ്പിച്ചു. അതിൻ്റെയെല്ലാം പടവും വാർത്തകളും മാധ്യമങ്ങളിൽ നൽകിയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ബ്രാൻഡ് ഉണ്ടാക്കിയതും ഈ തീവട്ടി വിശ്വാസ്യത ഉണ്ടാക്കിയതും. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സമാധാന സമിതിയുടെ എക്സലൻസ് അവാർഡ് അൽ മുക്താദിർ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന് ലഭിച്ചുവെന്ന വിധത്തിൽ വലിയ പ്രചരണം ഈ ജ്വല്ലറി ഗ്രൂപ്പ് നടത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ പിന്നിൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു അവാർഡ് കച്ചവടക്കാർ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എല്ലാ പാർട്ടികൾക്കും ആവശ്യത്തിന് ഫണ്ടും നൽകി. ഇവരുടെ ഏത് ജ്വല്ലറി ശ്രദ്ധിച്ചാലും ഒരു 10 പവൻ സ്വർണം പോലും തികച്ചെടുക്കുവാൻ അവിടെ കാണില്ല. ഏത് നിമിഷവും പൊടിയും തട്ടി സ്ഥലം വിടാവുന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രവർത്തനം.
ഫീൽഡ് പിരിവിലൂടെയും ബൾക്ക് ബുക്കിങ്ങിലൂടെയും കിട്ടുന്ന പണമെല്ലാം ഉപയോഗിച്ച് ദുബായിലടക്കം വൻ നിക്ഷേപങ്ങൾ നടത്തുകയും ഹവാല ഇടപാടുകൾ നടത്തുകയുമായിരുന്നു ഇവരുടെ രീതി. ഇവരുടെ തട്ടുകട പോലെയുള്ള ശാഖകളിൽ നിന്ന് കുഴൽപ്പണം ഇടപാടുകൾ നടത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് പ്രതിമാസം കോടികളുടെ പരസ്യ വരുമാനം കിട്ടിയിരുന്നത് കൊണ്ട് അവർ ഇദ്ദേഹത്തിന് പരമാവധി വാർത്താ പ്രാധാന്യം നൽകി വളർത്തിക്കൊണ്ടുവന്നു. ഇവരുടെ തട്ടിപ്പുകൾ മൂടിവെച്ചു. എന്നാൽ തട്ടിപ്പുകൾക്കുള്ള ഉടമയുടെ മറുപടികൾ വളരെ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അതുപോലും മുഖ്യ ധാരാമാധ്യമങ്ങൾ മുക്കിക്കളഞ്ഞു. എന്ന് മാത്രമല്ല, മുതലാളിയുടെ ന്യായീകരണം വളരെ പ്രാധാന്യത്തോടെ അവർ നൽകുകയും ചെയ്തു. അൽ മുക്താദിർ ജുവലറിയിലെ ആദായ നികുതി റെയ്ഡിൽ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ഇൻകം ടാക്സ് കണ്ടെത്തൽ. കേരളത്തിൽ മാത്രം 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 30 കടകളിലായാണ് പരിശോധന നടത്തിയത്. മണി ചെയിൻ മാതൃകയിൽ അൽ മുക്താദിർ കോടികൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണമെല്ലാം ഉടമയുടെ വ്യക്തിപരമായ ഇടപാടുകൾക്ക് ഉപയോഗിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്തേക്ക് 50 കോടി കടത്തിയതായും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും കടത്തിയ പണം ഉപയോഗിച്ച് ദുബായിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊന്നും ആദായ നികുതി റിട്ടേണിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പഴയ സ്വർണം വാങ്ങിയതിന്റെ മറവിലായിരുന്നു ഈ തട്ടിപ്പുകൾ നടത്തിയത്. മുംബൈയിലെ ഗോൾഡ് പർച്ചേസ് സ്ഥാപനമായ യൂണിക് ചെയിൻസ് എന്ന സ്ഥാപനത്തിലും ഇതേ സമയം റെയ്ഡ് നടന്നിരുന്നു. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ തിരുവനന്തപുരം യൂണിറ്റാണ് റെയ്ഡ് നടത്തിയത്. അൽ മുക്താദിർ ഗ്രൂപ്പ് നടത്തിയത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി നിക്ഷേപകർ ഇവരുടെ തട്ടുകടകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളി മുങ്ങിയെങ്കിലും തട്ടുകടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം വ്യാജ വാർത്തകളാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിക്ഷേപം നടത്തിയവർ എത്രയും വേഗം പണം വസൂലാക്കുവാൻ നോക്കുക. കടയിൽ പോയാൽ 10 ഗ്രാം സ്വർണം പോലും തികച്ചെടുക്കുവാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൊപ്പിക്കാരൻ സലാമിനൊപ്പം വേദി പങ്കിട്ട തലസ്ഥാനത്തെ പ്രമുഖ വ്യവസായികളെല്ലാം അങ്കലാപ്പിലാണ്. അവിടെയെല്ലാം വലിയ തുകകൾ വെളുപ്പിക്കുവാൻ അൽ ഉഡായിപ്പിനെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് വിവരം. കോടികൾ നൽകി ഈ തട്ടിപ്പും ഒതുക്കും എന്നുറപ്പാണ്. തട്ടിപ്പ് ഇവർ തുടരുകയും ചെയ്യും. ജനങ്ങൾ ജാഗ്രതയിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.